എന്തെങ്കിലും കേസസ് പറയാവോ? ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു തെളിവ് വലിയ വഴിത്തിരിവായ കേസിൽ ഏതെങ്കിലുമൊക്കെ കേസസ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം. നമുക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരാൾ ബൈക്കിൽ പെട്ടെന്ന് വന്നു, അയാളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു. ചെറിയൊരു വീടാണ്, വീട്ടിൽ വൈഫുണ്ട്. അപ്പോൾ ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് അവർ കതക് തുറക്കുന്നു. അയാൾ ബൈക്കിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വീഴുകയാണ്, കുഴഞ്ഞങ്ങ് വീഴുന്നു. ബൈക്കിൽ നിന്ന് അങ്ങ് വീണു. അപ്പം ആക്സിഡൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഞ്ചിൻ ഓഫായിട്ടില്ല, ബൈക്കിൽ നിന്ന് അയാൾ വീണു. ഭാര്യ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് കതക് തുറക്കുന്നു. ആ ഒരു സമയമുള്ളൂ, പക്ഷേ അയാൾ മരിച്ചു. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുമ്പോൾ ട്രാഫിക് ആക്സിഡൻ്റ് എന്നുള്ള മട്ടിലാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ് അയാളുടെ തലയുടെ പുറകിൽ കഴുത്തിൻ്റെയും തലയും ചേരുന്ന ആ ഒരു സ്പേസിൽ കൂടെ ഒരു ഇഞ്ചുറി ഉണ്ട്. ഒരു വെപ്പൺ വെച്ച് കുത്തിയ മുറിവുണ്ട്. അത് തലയോട്ടിക്കകത്തെത്തി. അതായത് നമ്മുടെ തലയോട്ടിയും വെർട്ടിബ്രൽ കോളത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്, ഫൊറാമൻ മാഗ്നം എന്ന് പറയും. അപ്പോൾ ഈ തലയോട്ടിയുടെയും വെർട്ടിബ്രയുടെയും ഇടയിലുള്ള സ്പേസും തലയോട്ടിക്ക് അകത്തേക്ക് പോകുന്ന ഫൊറാമൻ മാഗ്നവും കടന്ന് ഇത് ബ്രെയിനിൽ പുറമേ ഒരു ചെറിയ ഇഞ്ചുറിയാണുള്ളത്. ചെറിയൊരു ഇഞ്ചുറി. പോലീസിന് ഡൗട്ട് തോന്നിയില്ല? അത് കണ്ടപ്പോൾ ഡൗട്ട് തോന്നിയില്ല. അവർക്കൊരു പുറമേക്ക് ചെറിയൊരു ഇഞ്ചുറി ആയിരുന്നു. അത് ആ ഹെയർ ലൈനിൽ, ആ മുടി വരുന്ന ഭാഗത്തായതുകൊണ്ട് അധികമായിട്ട് അവർക്ക് കാണാനും പറ്റിയില്ല. അതൊരു സ്റ്റാബാണ്, ഒരു വെപ്പൺ വെച്ച് കുത്തിയതാണ്, ഷാർപ്പായിട്ടുള്ള ഒരു വെപ്പൺ വെച്ച് കുത്തിയതാണെന്ന്, ആയുധം വെച്ച് കുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് തെളിഞ്ഞത്.